Hi guys, welcome to our channel English Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന ബുക്കിലെ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി ഒരു പോയാണ്. അത് എഴുതിയിട്ടുള്ള ആളാണ് സമീർ ടാൻഡി. ഇദ്ദേഹമാണ് സമീർ ടാൻഡി. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആസാമീസ് പോയറ്റാണ്, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്ററാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പർ, ഗുവാഹട്ടിയിലുള്ള ഒരു ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പറിൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 12 കളക്ഷൻസ് ഓഫ് പോയംസ് ഉണ്ട്. അതേപോലെ 4 ക്രിറ്റിക്കൽ എസ്സേ കളക്ഷൻസും 2 ആഫ്രിക്കൻ പോയംസ് ഓഫ് ലവ് സോങ്സിൻ്റെ ട്രാൻസ്ലേഷനും ജാപ്പനീസ് ലവ് പോയട്രിയുടെ 2 ട്രാൻസ്ലേഷനും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം അറിയപ്പെടുന്നത് സ്പോക്ക് പേഴ്സൺ ഫോർ ഗാർഡൻ ലേബേഴ്സ് എന്നാണ്. അതായത് ഗാർഡൻ ലേബേഴ്സിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പാരൻസ് ഗാർഡൻ ലേബേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളും ലേബേഴ്സിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ ആണ് ഇദ്ദേഹം അവർക്ക് സംസാരിക്കാൻ നിന്നൊരു വ്യക്തിയായത്. ഈ പോയത്തിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി. അതായത് ഇത് ഡെമോക്രസിയെക്കുറിച്ച് പറയുന്ന ഒരു പോയാണ്. ഇന്നത്തെ അല്ലെങ്കിൽ ഡെമോക്രസി എത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ്. ഈ ഒരു പോയത്തിൽ ഡെമോക്രസിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഡെമോക്രസി ആസ് ചെയിൻഡ്, മ്യൂട്ടിലേറ്റഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ്. എല്ലാ തരത്തിലും ചെയിൻ ചെയ്ത ഒരു ഡെമോക്രസിയാണ് ഇന്ന് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മളെ ഇന്ത്യയിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് പീപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഹോപ്പ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസിന് ശേഷമെങ്കിലും അവർക്ക് നല്ലൊരു ഡെമോക്രസി കിട്ടും, നല്ലൊരു ലൈഫ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഡെമോക്രസി വന്നതിന് ശേഷം അപ്പോൾ ആ എക്സ്പെക്റ്റേഷനൊക്കെ എന്ത് ചെയ്തു, അൺഫുൾഫിൽഡ് ആയി എന്നാണ് പറയുന്നത്. ആ എക്സ്പെക്റ്റേഷനിലേക്കൊന്നും വന്നില്ല, ഡെമോക്രസി അവർ വിചാരിച്ച പോലെ വന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ഡെമോക്രസി ഇങ്ങനെ, അല്ലെങ്കിൽ ഇത്രത്തോളം ഇത്രത്തോളം ഡാമേജ് ആയ ഡെമോക്രസി എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോലെയാണ് ഈ ഒരു പോയത്തിൽ ചോദിക്കുന്നത്. അതാണ് ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി, ഇനി എത്ര കാലമാണ് ഇങ്ങനൊരു ഡെമോക്രസി എന്നുള്ള രീതിയിൽ ഡെമോക്രസിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് സിദ്ധാർത്ഥ് ആളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻസിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസിലേക്ക് പോവാം. ആൻഡ് ഹൗ മെനി മോർ ഡേയ്സ് ദിസ് വേ ഡെമോക്രസി, ഹെഡ് ഡൗൺ ഓൺ ബെൻഡഡ് നീസ് വിത്ത് ഐസ് ക്ലോസ്ഡ്, നോ എൻഡ് ടു യുവർ മ്യൂട്ടിലേഷൻ, നോ എൻഡ് ടു യുവർ ഹ്യൂമിലിയേഷൻ, ഐ ഹിയർ യു ബെദ്ലാം ഡെമോക്രസി. ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയറ്റ് ഡെമോക്രസിയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ആൻഡ് ഹൗ മെനി മോർ ഡേയ്സ് ദിസ് വേ ഡെമോക്രസി, ഇനിയും എത്ര കാലമാണ് അല്ലെങ്കിൽ എത്ര ദിവസമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ തുടർന്ന് പോവുക, അല്ലെങ്കിൽ നീ തുടർന്ന് പോകുന്നത്, ഡെമോക്രസിയോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? ഹെഡ് ഡൗൺ ഓൺ ബെൻഡഡ് നീസ് വിത്ത് ഐസ് ക്ലോസ്ഡ്. ഡെമോക്രസിയുടെ ഹെഡ് ഡൗൺ ചെയ്തിട്ടാണ്, തല കുനിച്ച്. ബെൻഡഡ് നീസ് മീൻസ് മുട്ടുകുത്തി. ഐസ് ക്ലോസ്ഡ് അതായത് ഒരു തെറ്റുകാരനെ പോലെ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ഒരാളെ പോലെ നീ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? തല കുനിച്ച് മുട്ടുകുത്തി കണ്ണുകൾ അടച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോ എൻഡ് ടു യുവർ മ്യൂട്ടിലേഷൻസ്. നിൻ്റെ മ്യൂട്ടിലേഷൻസ് മീൻസ് എന്താണ്? വെട്ടിനുറുക്കുക. നിൻ്റെ വെട്ടിനുറുക്കലുകൾക്കോ, നോ എൻഡ് ടു യുവർ ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ നിൻ്റെ ഈ അപമാനങ്ങൾക്കോ ഒന്നും ഒരു എൻഡ് ഞാൻ കാണുന്നില്ല. ഐ ഹിയർ യു ബെദ്ലാം ഡെമോക്രസി. ബെദ്ലാം മീൻസ് കൺഫ്യൂഷൻ. അതുപോലെ തന്നെ ഇതെല്ലാം കാണുമ്പോഴും എനിക്ക് നിൻ്റെ ആ കൺഫ്യൂഷൻ, നിൻ്റെ ഉള്ളിലുള്ള കൺഫ്യൂഷനും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഡെമോക്രസി എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. ഡെമോക്രസിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇപ്പോൾ എത്ര കാലമാണ് ഇനിയും നീ ഇതുപോലെ കണ്ണുകൾ അടച്ച് നീസ് ബെൻഡ് ചെയ്ത് ഹെഡ് ഡൗൺ ചെയ്ത് എത്ര കാലമാണ് ഇങ്ങനെ നടക്കുക? അതേപോലെ തന്നെ ഒരിക്കലും നിൻ്റെ മ്യൂട്ടിലേഷൻസിനോ ഹ്യൂമിലിയേഷൻസിനോ ഒന്നിനും എന്ത് ചെയ്യുന്നില്ല, ഒരു എൻഡ് ഞാൻ കാണുന്നില്ല. അതേപോലെ തന്നെ എനിക്ക് നിൻ്റെ കൺഫ്യൂഷൻ, ബെദ്ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിനക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഡെമോക്രസി. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് 4 ലൈൻസ് പറയുമ്പോൾ, ഹൗ ഐ ലവ് യു വിത്ത് മൈ ലൈഫ്, ഐ സീ യുവർ ലിപ്സ് swayed together, your eyes covered with the blindfold. ഇതിൽ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവൻ കൊണ്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് കാണാൻ പറ്റും നിൻ്റെ ലിപ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീ ചെയ്തിട്ടുണ്ട്. മീൻസ്
തുന്നിച്ചേർത്തിട്ടുണ്ട്, അടച്ചു കെട്ടിയിരിക്കുകയാണ്. അതേപോലെ നിൻ്റെ കണ്ണ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്, കെട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്കൊന്നും ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു മാർജിനലൈസ്ഡ് പീപ്പിൾസിന് കണ്ണ് കാണാത്തതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനോ നിനക്ക് പറ്റാത്തത് എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഡെമോക്രസിയുടെ ലിപ്സസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നിൻ്റെ കണ്ണ് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു. ഈ 2 കാര്യങ്ങളും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്, ഐ വിഷ് ടു സ്പീക്സ് ഔട്ട് യെറ്റ് ഐ കനോട്ട്, പെർഹാപ്സ് ഹാംസ് ബിഫാൾസ് യു, ഐ ഡിസയർ ടു ആസ്ക് യെറ്റ് ഐ കനോട്ട് ഫോർ ഫിയർ ഇറ്റ് വിൽ ഒഫൻഡ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ലൈൻസിൽ പറയുന്നത് എനിക്കിതിനെക്കുറിച്ച് ഉറക്കെ പറയണമെന്നുണ്ട്, പക്ഷേ അത് നിനക്കൊരു ഹാമായിരിക്കുമോ അല്ലെങ്കിൽ നിന്നെ അത് വേദനിപ്പിക്കുമോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തിന് സംസാരിക്കാൻ നിൽക്കാത്തത്. അതേപോലെ തന്നെ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഐ ഡിസയർ ടു ആസ്ക്, എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പക്ഷെ അതും എന്തുണ്ട്, എൻ്റെ ക്വസ്റ്റ്യൻസ് നിന്നെ ഒഫൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ നിന്നെ വേദനിപ്പിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഇതിനെക്കുറിച്ചൊന്നും തിരിച്ച് ചോദിക്കുകയോ ചെയ്യാത്തത് നിന്നോട് എന്നാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. ഡെമോക്രസി, സോ മച്ച് ഡാർക്ക്നെസ് ഇൻസൈഡ് യുവർ ഹോം യെറ്റ് ഔട്ട്സൈഡ് ഐ സീ എ റൈറ്റ് ഓഫ് ലൈറ്റ്. ഡെമോക്രസി, ഐ വിഷ് യു എ ലോങ് ലൈഫ്. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസിയോട് പറയുകയാണ്, നിൻ്റെ ഹോമിൽ നിൻ്റെ വീടിൻ്റെ ഉള്ളിൽ മൊത്തം എനിക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, ഫുള്ളി ഡാർക്ക്നെസ് ആണ് കാണുന്നത്. പക്ഷേ അതിന് പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു റൈറ്റ്സ് ഓഫ് ലൈറ്റ്, ഒരു ചെറിയ ലൈറ്റ്, ഇവിടെ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോപ്പാണ് കേട്ടോ, ഒരു ചെറിയൊരു ലൈറ്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഡാർക്ക്നെസ് ആണ് ഉള്ളിലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് ഒരു ലൈറ്റ് എനിക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോപ്പ് എനിക്ക് കാണുന്നുണ്ട്, നാളേക്കൊരു ഹോപ്പ് എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ ഡെമോക്രസി, ഐ വിഷ് യു എ ലോങ് ലൈഫ്, ഞാൻ നിനക്ക് ഒരു നല്ല അല്ലെങ്കിൽ ഒരു ലോങ് ലൈഫ് വിഷ് ചെയ്യുന്നുണ്ട്. One day before you become barren, one day before you turn bloody, let me speak out for you. Democracy, before you weep, may I erase myself from your hurt. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കും എന്ന് നീ ഒരു ബാരൻ ആവണതിന് മുന്നേ. ബാരൻസ് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിശായ സ്ഥലം കേട്ടോ. ബാരൻ ആവുന്നതിന് മുൻപ് അല്ലെങ്കിൽ എന്തുണ്ട്, യു ടേൺഡ് ബ്ലഡി മീൻസ് എന്താണ്, ക്രുവാലിറ്റി, ബ്ലഡ് ഷെഡ്, അത്രത്തോളം ദുഷ്ടനായി മാറുന്നതിന് മുന്നേ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അതിന് മുന്നേ നിനക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡെമോക്രസി, ബിഫോർ യു വീപ്പ് മേ ഐ എറേസ് മൈസെൽഫ് ഫ്രം യുവർ ഹേർട്ട്. ഡെമോക്രസി, നീ കരയുന്നതിന് അല്ലെങ്കിൽ വീപ്പ് ചെയ്യുന്നതിന് മുന്നേ, ഏങ്ങുന്നതിന് മുന്നേ നിൻ്റെ മനസ്സിൽ നിന്ന്, ഹാർട്ടിൽ നിന്ന് ഞാൻ എന്നെ തന്നെ എറൈസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ത്രൂ ഔട്ട് ഒരു പോയത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡെമോക്രസി അത്രത്തോളം ഡാമേജിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനും പീപ്പിൾസിനും എന്താണ് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പോയിറ്റിന് തോന്നുകയാണ്, എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ കാണുന്നത് എന്താണ്, നീ അത്രത്തോളം അതായത് എന്താണ് ഹെഡ് ഡൗൺ ചെയ്തിട്ടും ബെൻഡഡ് നീസിലുമായി ക്ലോസ്ഡ് ആയിട്ട് ബ്ലൈൻഡ് ഫോൾഡായിട്ട് അല്ലെങ്കിൽ ലിപ്പ് സ്യൂഡായിട്ട് ഒന്നും മിണ്ടാതെ ഒന്നിനെതിരെയും പ്രതികരിക്കാതെ ഒന്നും കാണാണ്ട് അല്ലെങ്കിൽ ഈ മാർജിനലൈസ്ഡ് പീപ്പിളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാണ്ട് നീ അങ്ങനെ നിൽക്കുകയാണ്. ഒരു സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ നടന്ന് ലാസ്റ്റ് നീ ഒട്ടും ഒരു നല്ലതല്ലാണ്ട് ഒരു ബാഡായ രീതിയിൽ പോവും, തരിശായി മാറും, ഫുള്ളി എന്താവും, ഫുൾ ഓഫ് ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ആവും, അല്ലെങ്കിൽ അത്രത്തോളം ക്രുവാലിറ്റി ആയുള്ളൊരു സംഭവമായി മാറും ഡെമോക്രസി. അതിന് മുന്നേ എന്തെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി സംസാരിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുപോലെ ഇത്രത്തോളം ഡാർക്ക്നെസ് ആണ് നിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിലെങ്കിലും എനിക്ക് എവിടെയോ ഒരു റേ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് ലൈറ്റ്, ആ ലൈറ്റ് എനിക്ക് എവിടെയോ കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു നല്ല ഹോപ്പ് ഉണ്ട്, ഒരു സമയത്ത് ഇതെല്ലാം ശരിയാകും എന്നാണ് പോയിറ്റ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു പോയം കൺക്ലൂഡ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ പോയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.